എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈവനിങ് നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള സാധാ ചേരുവകൾ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി തിരി പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 ചെറിയ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യം വലിയൊരു സവാളയാണ്. സവാളയും ഇതുപോലെ തീരെ ചെറിയതായിട്ട് അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മൾ സവാള ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ. ഒരുപാട് ഓവറായിട്ട് അങ്ങ് വഴണ്ടി പോകണ്ട, അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ സവാളയും അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സാധാ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. ഈ ഒരു പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. പൊടികളുടെ ആ ഒരു പച്ച ചുവയൊന്ന് മാറി വരുന്ന സമയത്ത് ഇത് മീഡിയം വലിപ്പമുള്ള ഒരു 1.5 ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ്. ആ ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ ഒരു മസാലപ്പൊടികളൊക്കെ ആ ഒരു കിഴങ്ങിലാകുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റോളം നന്നായിട്ട് ഇതൊന്ന് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 3 കോഴിമുട്ടയാണ്. കോഴിമുട്ടയെ നമ്മൾ ചെറിയതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 കോഴിമുട്ടയും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെയാണ്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. മുട്ട ചേർത്തിട്ട് ഒരുപാട് സമയം അങ്ങോട്ടൊക്കെ ഇളക്കണ്ട. ഇതുപോലെ അത്യാവശ്യം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ എരിവും ഉപ്പും ഒക്കെ ഒന്ന് നോക്കുക. ഇതിലൊരു കുറച്ചൊരു ഉപ്പിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. അപ്പം ഈ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് എരിവൊക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലിപ്പോൾ എരിവെല്ലാം കറക്റ്റ് ഒരളവാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ബ്രെഡാണ് കേട്ടോ. ബ്രെഡ് എടുക്കുമ്പോൾ പെട്ടെന്നൊന്നും അങ്ങ് പൊടിഞ്ഞു പോകാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കുക. ഈ ഓരോ ബ്രെഡും എടുത്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗം വേസ്റ്റായി പോകത്തൊന്നുമില്ല. നമുക്കിതുപോലെ പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ റൗണ്ടാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അത് പെട്ടെന്ന് അങ്ങ് പൊട്ടിയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പതിയെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തി കൊടുക്കുക. ഇതുപോലെ നമ്മൾ പരത്തി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ നമുക്ക് ആ ഒരു ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു സൈഡിലായിട്ട് ഒരുപാടങ്ങ് കുത്തി നിറച്ച് വെച്ച് കൊടുക്കരുത്. ആ ഒരു സൈഡ് അങ്ങ് ഫില്ലാവുന്ന രീതിയിൽ ഇതുപോലെ നമ്മളൊന്ന് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു സൈഡ് വെച്ചിട്ട് പതിയെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് എടുക്കുക. ഇതിപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ ഇങ്ങനെ തന്നെ അങ്ങ് ഒട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങ് ഒട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്മൾ ആ ഒരു ഫില്ലിങ് ആക്കാത്ത ഒരു ഭാഗത്ത് കുറച്ചൊരു വെള്ളം ഒന്ന് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ റൗണ്ടാക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ആ ഒരു ഫില്ലിങ് നമുക്കൊന്ന് വെച്ച് കൊടുത്തൊന്ന് മടക്കിയിട്ട് എടുക്കാം. അങ്ങനെ എല്ലാം തന്നെ ഒന്ന് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം തന്നെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അരക്കപ്പളവിൽ കടലമാവാണ് കേട്ടോ. അതേ അളവിൽ തന്നെ അരക്കപ്പളവിൽ അരിപ്പൊടിയാണ് വേണ്ടത്. നമ്മൾ സാധാരണ പത്തിരിയും ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 3/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിയില തിരപ്പൊടിയായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിലേക്ക് ഒരു 2 നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു ബാറ്റർ നമ്മൾ കുറച്ചൊന്ന് തിക്കായിട്ടുള്ള രീതിയിൽ, ഒരുപാടങ്ങ് ലൂസായിട്ടുള്ള ഒരു പരുവത്തിനല്ല കേട്ടോ, കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ഒരു പരുവത്തിന് വേണം നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിന് നമ്മൾ ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. ഒരുപാടങ്ങ് ലൂസായി പോവാതെ. ഇതിലേക്ക് ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇത് കണ്ടില്ലേ, ഈ ഒരു കട്ടിക്കാണ് നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മളിപ്പോൾ ബ്രെഡിൽ ഓരോ ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ടില്ലേ, അത് ഓരോന്നും എടുത്തിട്ട് ഈ ഒരു ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ടെടുക്കുക. എന്നിട്ട് നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഒരുപാടങ്ങ് തീയൊന്നും കുറയ്ക്കൊന്നും വേണ്ട. ഉൾവശം എല്ലാം നന്നായിട്ട് വെന്തല്ലേ, പുറമേ നമുക്ക് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ മാത്രം മതി. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് പുറമേ നല്ല മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയ്ക്കത്തുനിന്ന് എടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ തന്നെ എല്ലാം തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ ഈവനിങ് ചായയുടെ ഒക്കെ കൂടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ പൊട്ടറ്റോ എഗ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോസും അല്ലെങ്കിൽ ഗ്രീൻ ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കണേ. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.